ഹേ ഗൈസ്, വെൽക്കം ടു ദ ചാനൽ. ബ്രൗസറുകളിലും നോട്ട് ജെ എസിലും ഉപയോഗിക്കുന്ന ജാവാസ്ക്രിപ്റ്റ് തന്നെയാണ്. പക്ഷേ ഇത് തമ്മിൽ പല ഡിഫറൻസുകളും ഉണ്ട്. അതായത് ബ്രൗസറിൽ റൺ ചെയ്യുന്ന ആപ്പുകൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും നമ്മുടെ നോട്ട് ജെ എസിൽ ബിൽഡ് ചെയ്യുന്ന ആപ്പുകളിൽ നിന്ന്. രണ്ടും ജാവാസ്ക്രിപ്റ്റിലാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ഇത് തമ്മിലും പല കീ ഡിഫറൻസസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു ഫ്രണ്ട് ആൻഡ് ഡെവലപ്പറിൻ്റെ സൈഡിൽ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ജാവാസ്ക്രിപ്റ്റുകളാണ് അവർ യൂസ് ചെയ്യുന്നത്, അല്ലേ? കൂടുതലും ഫ്രണ്ട് ആൻഡ് ആപ്പ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ജാവാസ്ക്രിപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നോട്ട് ജെ എസ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അതായത് ഫ്രണ്ട് എൻഡിലും ബാക്ക് എൻഡിലും ജാവാസ്ക്രിപ്റ്റ് കോഡ് എഴുതാം. രണ്ടിടത്തും ഒരേ സിംഗിൾ ലാംഗ്വേജ്, ഒറ്റ ഒരു ലാംഗ്വേജ് പഠിച്ചാൽ മതി, രണ്ട് സൈഡിൽ നിങ്ങൾക്ക് കോഡ് എഴുതാൻ പറ്റും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ബ്രൗസറിലാണെങ്കിൽ നമ്മൾ കൂടുതൽ സമയവും ഡോമോ ആയിട്ടായിരിക്കും ഇൻറ്ററാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുക്കീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഇൻറ്ററാക്ട് ചെയ്യുന്നത്. ഇത് രണ്ടും നോട്ട് ജെ എസിൽ ഇല്ല. കാരണം നോട്ട് ജെ എസ് എന്ന് പറഞ്ഞാൽ സെർവർ സൈഡിലാണ് റൺ ചെയ്യുന്നത്. ബ്രൗസർ സൈഡിലുള്ള ഡോക്യുമെൻ്റ്, വിൻഡോ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ സെർവർ സൈഡിൽ ഇല്ല. അപ്പോൾ ഇത് കീ ഡിഫറൻസ് ആണ്. ഫ്രണ്ട് എൻഡിൽ നമ്മൾ വെബ് ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നതിൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ട് മാനേജ് ചെയ്യുന്ന ഡോക്യുമെൻ്റ്, വിൻഡോ, ഡോം, കുക്കീസ് അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ ഇതൊന്നും ബാക്ക് എൻഡ് ആപ്ലിക്കേഷനായ നോട്ട് ജെ എസിൽ ഇല്ല. പക്ഷേ ഫയൽ സിസ്റ്റം ഹാൻഡിൽ ചെയ്യാൻ, അതായത് ഫയൽ ജനറേറ്റ് ചെയ്യുക, ഫയൽ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രണ്ട് എൻഡിലെ ആപ്ലിക്കേഷൻസ് വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ഫയൽ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ഫയലിൻ്റെ അകത്ത് കണ്ടൻറ് എഴുതിയിട്ട് ഫയൽ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പുതിയൊരു ഫയൽ ജനറേറ്റ് ചെയ്ത് കണ്ടൻറ് എഴുതി സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്നും ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻ നടക്കില്ല. ഇതിനൊക്കെ നോട്ട് ജെ എസ് തന്നെ വേണം. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ഫ്രണ്ട് എൻഡിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് വെബ് ആപ്പിൻ്റെ അകത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ ബ്രൗസറിൻ്റെ അകത്ത് ഫയൽ സിസ്റ്റം ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ ജാവാസ്ക്രിപ്റ്റ് നോട്ട് ജെ എസ് വെച്ചിട്ട് ബാക്ക് എൻഡ് സെർവറായിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫയൽ സിസ്റ്റം ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊരു കീ ഡിഫറൻസ് എന്ന് പറയുന്നത്, നോട്ട് ജെ എസ് വെച്ചിട്ടാണ് നിങ്ങൾ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏത് വേർഷൻ നോട്ട് ജെ എസിൽ വർക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നമുക്ക് ഇതേ കേസാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് എൻഡിലാണെന്നുണ്ടെങ്കിൽ റിയാക്ട് വെച്ചൊക്കെ ആണെങ്കിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ബ്രൗസറുകളിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കോഡ് നമ്മൾ എഴുതിയാൽ മാത്രമേ എല്ലാ ബ്രൗസറുകളിലും അല്ലെങ്കിൽ എല്ലാ ടൈപ്പ് ഓഫ് യൂസേഴ്സിനെയും നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ എഴുതുന്ന മോഡേൺ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ടുള്ള കോഡുകളാണ്. ഇത് ബ്രൗസേഴ്സിൻ്റെ പഴയ വേർഷൻസ് സപ്പോർട്ട് ചെയ്യത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബേബിൾ വെച്ചിട്ടോ വല്ലോ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടി വരും. നമ്മുടെ കോഡ് കൺവേർട്ട് ചെയ്തിട്ട് എല്ലാത്തിലും വർക്കാവുന്ന രീതിയിൽ നമ്മൾ കോഡ് കൺവേർട്ട് ചെയ്ത് ആ കോഡ് വേണം പുഷ് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഫെസിലിറ്റീസ് എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നോട്ട് ജെ എസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നമേ ഇല്ല. കാരണം നോട്ട് ജെ എസ് സെർവർ റൺ ചെയ്യുന്നത് എല്ലാ ES6 തൊട്ട് JS2023 ജാവാസ്ക്രിപ്റ്റിൻ്റെ എക്മാസ്ക്രിപ്റ്റിലുള്ള എല്ലാ വേർഷൻസിനെയും നോട്ട് ജെ എസ് ബൈ ഡിഫോൾട്ട് സപ്പോർട്ട് ചെയ്യും. ബൈ ഡിഫോൾട്ട് സപ്പോർട്ട് ചെയ്യുന്ന കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോഡിൻ്റെ വേർഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് നോട്ട് ജെ എസിൽ കോഡ് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇൻസ്റ്റലേഷന് വേണ്ടി നോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് NPM യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റാളേഷൻ എല്ലാം ചെയ്യാം. അതേപോലെ നോഡിൻ്റെ കറണ്ട് വെർഷനോ LTS വെർഷനോ ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു, അല്ലേ? അപ്പോൾ നോഡിൻ്റെ വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ നോഡ് വേർഷൻ മാനേജർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് NVM എന്ന് പറയും, നോഡ് വേർഷൻ മാനേജർ. ഇത് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് നോഡിൻ്റെ വേർഷൻസ് ചേഞ്ച് ചെയ്തുകൊണ്ട് പുതിയ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് പരീക്ഷിക്കുകയോ, അല്ലെങ്കിൽ വേർഷൻസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പല വേർഷൻസിൽ ടെസ്റ്റിംഗ് നടത്തുമോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ പുതിയ വേർഷൻസിൻ്റെ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ NVM ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല വേർഷൻസ് നോഡിൻ്റെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് കിട്ടില്ല. കാരണം ഒരുപാട് പഴയ ബ്രൗസർ ഫീച്ചേഴ്സൊന്നും നമുക്ക് ബ്രൗസേഴ്സിലൊന്നും ഇത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. മറ്റൊരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്, നോട്ട് ജെ എസിൽ കോമൺ ജെസും ES മോഡ്യൂൾ സിസ്റ്റവും രണ്ട് സപ്പോർട്ട് ചെയ്യും. പക്ഷേ ബ്രൗസറിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണാൻ പറ്റുന്ന കൂടുതലായിട്ടും ES മൊഡ്യൂൾസിനെയാണ് സ്റ്റാൻഡേർഡായിട്ട് എടുത്തേക്കുന്നത്. അതിനാൽ തന്നെ ആ രീതിയിലുള്ള കോഡുകളായിരിക്കും കാണാൻ സാധിക്കുന്നത്. അപ്പം ഇൻ പ്രാക്ടീസിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ റിക്വയർ വെച്ചിട്ടും ഇമ്പോർട്ട് വെച്ചിട്ടും നോട്ട് ജെ എസിൽ നമുക്ക് ലൈബ്രറീസിനൊക്കെ ലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ബ്രൗസറിലാണെങ്കിൽ ഇമ്പോർട്ട് വെച്ചിട്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതാണ് നമ്മുടെ കീ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഒരു നോട്ട് ജെ എസ് ആപ്ലിക്കേഷനും ഒരു ബ്രൗസറിൽ റൺ ചെയ്യുന്ന ആപ്ലിക്കേഷനും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്.